കോപ്പറേറ്റീവ് ലോ അമെൻമെൻറ്റ് പ്രകാരമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു. അതിൻ്റെ ബാലൻസ് കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റൂൾ 2AB ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ആൻസർ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. റൂൾ അമെൻമെൻറ്റിൽ പുതിയതായി വന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് റൂൾ 2AB പറയുന്ന കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. സെക്ഷൻ 57E പ്രകാരമാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 57E. നെക്സ്റ്റ്, ആസ് പെർ റൂൾ 2H, പേഴ്സൺസ് ഇൻക്ലൂഡ് ദ ഗവൺമെൻറ് ഡാഷ് ആൻഡ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ KCS ആക്ട്. ആൻസർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പുതുതായി റൂൾ അമെൻമെൻറ്റിൽ വന്ന ഡെഫിനിഷനാണ് റൂൾ 2H പ്രകാരം പേഴ്സൺസ് എന്ന് പറയുന്നത്. റൂൾ 2H ഇതിൽ പേഴ്സൺസ് ഇൻക്ലൂഡ് ആവുന്നത് ഗവൺമെൻറ്റും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആൻഡ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ KCS ആക്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റൂൾ 4B ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ആൻസർ മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. അതായത് സെക്ഷൻ 10ലാണ് ചേഞ്ച് ഓഫ് നെയിമിനെ കുറിച്ച് പറയുന്നത്. സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എവിഡൻസ് ആയിട്ട് രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതിനെക്കുറിച്ചാണ് റൂൾ 4Bയിൽ പറയുന്നത്. ഫോം നമ്പർ 3Bയിലാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. രജിസ്ട്രാറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 3യിലാണ് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 3A. അപ്പോൾ ചേഞ്ച് ഓഫ് നെയിം സർട്ടിഫിക്കറ്റ് ആണ് ഫോം നമ്പർ 3Bയിൽ പറയുന്നത്. നെക്സ്റ്റ്, റൂൾ 16F ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ആൻസർ എലിജിബിലിറ്റി കണ്ടീഷൻസ് ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ആൻ ആപ്കോസ്. ആപ്കോസിലെ ആക്റ്റീവ് മെമ്പറായി തുടരാനുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസ് ആണ് റൂൾ 16Fൽ പറയുന്നത്. സെക്ഷൻ 16Bയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. റൂൾ 16F അതായത് കുറഞ്ഞത് 500 ലിറ്റർ പാലെങ്കിലും 12 മാസ കാലയളവിൽ 180 ദിവസത്തിൽ കുറഞ്ഞത് 500 ലിറ്റർ പാലെങ്കിലും സൊസൈറ്റിയിൽ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 കൗ ഓർ ബഫലോ, ഏതെങ്കിലും ഒരു കന്നുകാലി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷനിൽ ഒരു റണ്ണിങ് ഡയറി ഫാം ഉണ്ടായിരിക്കണം. ഇതാണ് എലിജിബിലിറ്റി കണ്ടീഷൻസ് ആയിട്ട് ആപ്കോസിൻ്റെ ആക്റ്റീവ് മെമ്പറായി തുടരാനുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, സെക്ഷൻ 2P ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ആൻസർ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി. സെക്ഷൻ 2PA റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി, അതായത് RCMBയിലേക്ക് വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിൻ്റെ റിക്രൂട്ട്മെൻറ്റിനും അവരുടെ സെലക്ഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് സെക്ഷൻ 80BB പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന കമ്മിറ്റികളാണ് റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് സെക്ഷൻ 2PAയിൽ. നെക്സ്റ്റ്, സെക്ഷൻ 2QBA ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ആൻസർ സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ്, ഏജ്ഡ് പേഴ്സൺസ്, മെൻ്റലി ചലഞ്ചബിൾ ആയിട്ടുള്ള പേഴ്സൺസ്, അവരുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു പ്രൈമറി സൊസൈറ്റിയാണ് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2QBAയിലാണ്. നെക്സ്റ്റ്, സെക്ഷൻ 106A ഡീൽസ് വിത്ത് ആൻസർ പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. സെക്ഷൻ 10A പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. നെക്സ്റ്റ്, റൂൾ 178A ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ആൻസർ ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ്. റൂൾ 178Aയിലും സെക്ഷൻ 74Bയിലുമാണ് ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസിനെ കുറിച്ച് പറയുന്നത്. ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ രജിസ്ട്രാറുടെ പെർമിഷൻ ആവശ്യമാണ്. അതിനായിട്ട് ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് റെമിറ്റ് ചെയ്യേണ്ട ഫീനെ കുറിച്ചും മറ്റുമാണ് റൂൾ 178Aയിൽ പറയുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് അല്ലെങ്കിൽ KCRDB ആണെങ്കിൽ 15,000 രൂപയും, പാക്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, PCARDB, അർബൻ ബാങ്ക് അങ്ങനെയുള്ളവർക്കൊക്കെ 7,500 രൂപയാണ് ഫീസ്. അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി, അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റി,
അവർക്കൊക്കെ മിസ്ലേനിയസ് സൊസൈറ്റികൾക്ക് ഒക്കെ 5000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ റൂൾ 178A ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ വൈൻഡ് അപ്പ് എ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ സെക്ഷൻ 14AA ഓഫ് കേസസ് ആക്ട് by a resolution passed with a dash majority of the general body. ആൻസർ സിമ്പിൾ മജോറിറ്റി. ഒരു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മജോറിറ്റി സിമ്പിൾ മജോറിറ്റിയാണ് വേണ്ടത്. നെക്സ്റ്റ്, സെക്ഷൻ 59A ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ആൻസർ വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൊടുത്ത് ലോൺ എടുക്കുമ്പോൾ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ കണക്കാക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 59A പറയുന്നത്. 10 ലക്ഷം രൂപയിൽ താഴെയുള്ള ലോണാണെങ്കിൽ കമ്മിറ്റി തന്നെ ഒരു ഓഫീസറെ വാല്യുവേഷൻ കണക്കാക്കാൻ വേണ്ടി ഓതറൈസ് ചെയ്യും. അദ്ദേഹം വാല്യുവേഷൻ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കി റിപ്പോർട്ട് സമർപ്പിക്കും. ഇനി 10 ലക്ഷത്തിന് മുകളിലുള്ള ലോൺ ആണെങ്കിൽ 5 മെമ്പേഴ്സ് അടങ്ങിയ പാനലാണ് വാല്യുവേഷൻ നോക്കുന്നത്. അതായത് ഇപ്പോൾ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള 2 പേര്, കൂടാതെ കമ്മിറ്റി നോമിനേറ്റ് ചെയ്തിരിക്കുന്ന 2 മെമ്പേഴ്സ്, പിന്നെ ഒരാൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ ആയിരിക്കും. കമ്മിറ്റി ഓതറൈസ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ. അദ്ദേഹം ഒരു റിട്ടയർഡ് ഓഫീസർ ആയിരിക്കും. ഒന്നെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെപ്യൂട്ടി തഹസിൽദാർ റാങ്കിൽ കുറയാത്ത ഒരാളും, അല്ലെങ്കിൽ ഒരാൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സബ് രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ആളായിരിക്കും. അപ്പോൾ 5 മെമ്പേഴ്സ് അടങ്ങിയ പാനലായിരിക്കും. അതിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള 2 ഓഫീസർമാർ, പിന്നെ കമ്മിറ്റി നോമിനേറ്റ് ചെയ്തിരിക്കുന്ന 2 മെമ്പേഴ്സ്, പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ. ആ ഇൻഡിപെൻഡൻറ്റ് വാല്യൂറുടെ ക്വാളിഫിക്കേഷൻ ആണ് അദ്ദേഹം ഒരു റിട്ടയർഡ് ഓഫീസർ ആയിരിക്കും. ഒന്നെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെപ്യൂട്ടി തഹസിൽദാർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കും, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സബ് രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ഒരു ഓഫീസർ ആയിരിക്കും. നെക്സ്റ്റ്, ആസ് പെർ സെക്ഷൻ 14B(1)(c) who conduct audit, inspection and verification of records in such societies. ആൻസർ രജിസ്ട്രാർ. സെക്ഷൻ 14B പറയുന്നത് പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചാണ്. നെക്സ്റ്റ്, ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ പോസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഓഫ് എവരി സൊസൈറ്റി ഷാൾ ബി റിസർവ്ഡ് ഫോർ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് പേഴ്സൺസ്. ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് വേണ്ടിയിട്ട് സൊസൈറ്റിയുടെ എംപ്ലോയീസിൽ എത്ര ശതമാനമാണ് മാറ്റിവെച്ചിരിക്കുന്നതെന്ന്. ആൻസർ 4%. നേരത്തെ ഇത് 3%. നെക്സ്റ്റ്, ദ സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഷാൾ ബി ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡാഷ്. ആൻസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ റാങ്ക് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ്. നേരത്തെ അമെൻമെൻറ്റിന് മുമ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുകൂടി കൂട്ടിച്ചേർത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ഷൻ ഫീ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. ആൻസർ 7500. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെയും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ്റെയും ഇലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. നെക്സ്റ്റ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റൈൻഡ് ബൈ രജിസ്ട്രാർ മെൻഷൻഡ് ഇൻ സെക്ഷൻ. ആൻസർ സെക്ഷൻ 56(1)(d). സെക്ഷൻ 56 സബ്സെക്ഷൻ 1(d)യിലാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. അമെൻമെൻറ്റിന് മുൻപ് ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടായിരുന്നു. എന്നാൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ഇപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടാണ്. നേരത്തെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒന്നെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടിനെ തിരഞ്ഞെടുത്ത് എഴുതാനായിട്ട്, ഒന്നെങ്കിൽ കുറച്ച് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടും ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് തന്നിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് ഏതാണെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ 3 ഉണ്ടായിരുന്നുള്ളൂ, റിസർവ് ഫണ്ടും എഡ്യൂക്കേഷൻ ഫണ്ടും മെമ്പർ റിലീഫ് ഫണ്ടും. എന്നാൽ ഇപ്പോൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് കൂടി സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടാക്കിയിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 56(1)(d)യിലാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. നേരത്തെ ഇത് സെക്ഷൻ 56 സബ്സെക്ഷൻ 2(c)(c)യിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് സെക്ഷൻ 56 സബ്സെക്ഷൻ 1 മാറ്റിയിട്ടുണ്ട്. സബ്സെക്ഷൻ 1(a)യിൽ റിസർവ് ഫണ്ടും, ബിയിൽ എഡ്യൂക്കേഷൻ ഫണ്ടും, സിയിൽ മെമ്പർ റിലീഫ് ഫണ്ടും, ഡിയിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ചാണ് പറയുന്നത്.
Next, if the registrar refuses to register a society, he shall communicate the order of refusal together with the reasons therefore within dash of such order. Answer 15 days. നേരത്തെ ഇതിൽ 7 ദിവസമായിരുന്നു. അതായത് ഇപ്പോൾ രജിസ്ട്രാർ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. Next, 5% of the net profit subject to a maximum of dash rupees shall be transferred to professional education fund. Answer 1 lakh. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 1 lakh ആണ്. നെക്സ്റ്റ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ആൻസർ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. എന്നാൽ മെമ്പർ റിലീഫ് ഫണ്ടും രജിസ്ട്രാർ തന്നെയാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഫണ്ടാണെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. നെക്സ്റ്റ്, ഓൺ ദ റെസിപ്റ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റ് ഫ്രം ദ എക്സാമിനേഷൻ ബോർഡ് ദ കമ്മിറ്റി ഷാൾ കണ്ടക്ട് ഇൻ്റർവ്യൂ ഓഫ് ദ കാൻഡിഡേറ്റ് വിത്തിൻ ഡാഷ് മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് റെസിപ്റ്റ്. ആൻസർ വിത്തിൻ 1 month. അതായത് എക്സാമിനേഷൻ ബോർഡിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റി 1 മാസത്തിനുള്ളിൽ ഇൻ്റർവ്യൂ നടത്തണം. ഇങ്ങനെ ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ മാർക്കോടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന് വിത്തിൻ 1 വീക്കിനുള്ളിൽ അതിൻ്റെ ലിസ്റ്റ് കൊടുത്തിരിക്കണം. നെക്സ്റ്റ്, ദ റാങ്ക് ഓഫ് ഓഫീസേഴ്സ് ടു ബി പോസ്റ്റഡ് ഫോർ ഇലക്ഷൻ ഡ്യൂട്ടി മേ ബി ഫിക്സഡ് ബൈ ആൻസർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ വേണ്ടിയിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ റാങ്ക് നിശ്ചയിക്കുന്നത്, അവരെ പോസ്റ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് വിത്ത് ഗവൺമെൻറ് കൺസൾട്ടേഷനോടുകൂടി.